സുധീറിനെ സംബന്ധിച്ചിടത്തോളം സുധീറിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ഇന്നസെൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ നടന്നിരിക്കുന്ന ഒരു മിസ്അപ്രോപ്രിയേഷന് കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ വടകര കടത്തനാട് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതിയും കോൺഗ്രസ് നേതാവുമായ ടി വി സുധീർ കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് വടകര കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായത്. വരും ദിവസങ്ങളിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട 4 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും ജൂലൈ 10 വരെയാണ് പോലീസ് കസ്റ്റഡി കോടതി അനുവദിച്ചത്. സൊസൈറ്റിയിൽ 2.61 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്ന് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ പ്രതിയെ സൊസൈറ്റിയിലും മറ്റും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നും പണം എങ്ങോട്ടാണ് മാറ്റിയതെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 10-ാം തീയതി 12 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. കഴിഞ്ഞ 1.5 വർഷമായി പലതവണ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും സെക്രട്ടറി അടക്കമുള്ള ആളുകളെയും പോലീസ് വിളിപ്പിക്കുകയും അവിടെ വെച്ച് എല്ലാ ഡീറ്റെയിൽസുകളും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ 9/7 സുധീറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി വെച്ചിരിക്കുന്നു. അതിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വടകര പോലീസിന് നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടും ശനിയാഴ്ച ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ മറ്റ് ചില രാഷ്ട്രീയമായ ചില പകപോക്കലുകളും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേസ് സംബന്ധിച്ച് എൻ്റെ പ്രൈം അക്യൂസ്ഡായ ആൾക്കെതിരെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളടക്കം പോലീസിൻ്റെ മുമ്പാകെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസിൻ്റെ ഇന്നത്തെ അവരുടെ കസ്റ്റഡി ആപ്ലിക്കേഷനിലടക്കം പറഞ്ഞിരിക്കുന്നത് ആ 2ാം പ്രതിയായ ആളെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സീരിയസ് ആയ അലിഗേഷൻസ് ഉണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും അയാൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിച്ചിട്ട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അയാൾ അബ്സ്കോണ്ടിങ് ആണ്, അയാൾ നാട് വിട്ടിരിക്കുകയാണെന്ന് പറയുന്നു പോലീസ്. അപ്പോൾ ഇതിൽ സുധീറിനെ സംബന്ധിച്ചിടത്തോളം സുധീറിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ഇന്നസെൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ നടന്നിരിക്കുന്ന ഒരു മിസ്അപ്രോപ്രിയേഷന് സംഘം പ്രസിഡന്റ് എന്ന നിലയിലും സംഘം സെക്രട്ടറി എന്ന നിലയിലും സംഘത്തിൻ്റെ ബോർഡ് ഡയറക്ടേഴ്സ് മെമ്പർമാർ എന്ന നിലയിലും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വരികയാണ്. അതിനിടയിലാണ് പോലീസിൻ്റെ അറസ്റ്റ് ഉണ്ടായത്. അത് പൂർണ്ണമായും നമുക്ക് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി പരിഗണിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 10-ാം തീയതി കൺസിഡർ ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പോലീസ് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്തു. 5 ദിവസമാണ് ചോദിച്ചത്. കോടതി 3 ദിവസം മാത്രമേ തരാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടില്ല. കോടതി 10-ാം തീയതി 12 മണിക്ക് മുമ്പേ പ്രതിയെ ഹാജരാക്കാനും ജാമ്യാപേക്ഷ ഡീറ്റെയിൽ ആയിട്ട് ഹിയറിംഗ് എടുക്കാനുമാണ് തീരുമാനിച്ചത്. +2 കഴിഞ്ഞ് എന്താകണമെന്ന് തീരുമാനിക്കുന്നത് പിന്നീടാണ്. പക്ഷേ +1 എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്നാണ്. ബുസ്താനിയ വിമൻസ് കോളേജ് വടകര. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ നിലവാരമുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, പരിചയസമ്പന്നരായ അധ്യാപകർ, വ്യക്തിഗത ശ്രദ്ധ, മികവുറ്റ പഠനാന്തരീക്ഷം, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ക്യാമ്പസ്. കൂടാതെ അക്കാദമിക പഠനത്തിനോടൊപ്പം മതപഠനത്തിനായി ദാറുൽ ഹുദയുടെ മഹദിയെയും ഒരേ ക്യാമ്പസിൽ. പഠനത്തിനൊപ്പം ആത്മവിശ്വാസവും നല്ല സൗഹൃദങ്ങളും മനോഹരമായ ക്യാമ്പസ് ജീവിതവും വിജയകരമായ ഭാവിക്കുള്ള ശക്തമായ അടിത്തറ. ബുസ്താനിയ വിമൻസ് കോളേജ് വടകര. Tomorrow's leaders begin here. Admissions open.